അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. കേരള വ്യവസായ വാണിജ്യ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംരംഭകത്വ പൊതുബോധവത്കരണ ശില്പശാല നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കേരള വ്യവസായ വാണിജ്യ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി മൂവാറ്റുപുഴ നഗരസഭയും മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി സംരംഭകത്വ പൊതു ബോധവൽക്കരണ ശില്പശാല നടത്തി. മൂവാറ്റുപുഴ നഗരസഭ മിനി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാലയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി നിർവഹിച്ചു. പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റുക, അത് മാത്രം ഒരു പാഠമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സംരംഭകരായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് ഈ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ബിസിനസ്സിലേക്ക് പോകുന്ന ഒരാൾക്കും ബേസിക് ആയിട്ടുള്ള അറിവെന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കട ഇടണമെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ ബേസിക്കായിട്ട് എന്തൊക്കെ ഭരണാനുമതികൾ വേണം, എന്തൊക്കെ ഡോക്യുമെന്റേഷൻ വേണമെന്ന് നമ്മൾ കൃത്യമായി പഠിച്ച് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. GST രജിസ്ട്രേഷൻ എന്താണ്, അതെങ്ങനെ എടുക്കാം, MSMEയുടെ രജിസ്ട്രേഷൻ എന്താണ്, ഉദയം രജിസ്ട്രേഷൻ എന്താണ്, അല്ലെങ്കിൽ മുനിസിപ്പൽ ലൈസൻസ് എടുക്കേണ്ട സാഹചര്യം എന്തൊക്കെയാണ്, മുനിസിപ്പൽ ലൈസൻസ് എടുക്കണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ വെക്കേണ്ടത്, ഒരു റെന്റൽ എഗ്രിമെന്റ് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങി അക്കൗണ്ട്സിലുള്ള വിവിധ കാര്യങ്ങൾ പോരും. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ കൃത്യമായി തയ്യാറാക്കേണ്ടത് തുടങ്ങി ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അസംബികം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വ്യവസായ വികസന ഓഫീസർ ഗോപിക വി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത പി, കൗൺസിലർമാരായ മനോജ് ജി, മുഹമ്മദ് ചെറുകപ്പള്ളി, ജാസ്മിൻ ഉമ്മർ, മനു പോൾ, ഷീബ TE, ഷിതാറാണി തോമസ്, സജി TA, ഷേർലി പൗലോസ്, ജയ സുഗു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷ KM രജിത എന്നിവർ പ്രസംഗിച്ചു. RSETA നെല്ലാട് പ്രതിനിധി ശ്രീജ NM RSETIയുടെ പ്രവർത്തനങ്ങളും പരിശീലന പരിപാടികളും വിശദീകരിച്ചു. വ്യവസായ വാണിജ്യ വകുപ്പ് മൂവാറ്റുപുഴ താലൂക്ക് ഉപജില്ലാ വ്യവസായ ഓഫീസർ രേഷ്മ G, BDSP അഖിൽ P ജോർജ്, എറണാകുളം DRP രതീഷ് G എന്നിവർ സംരംഭകർക്ക് ലഭ്യമായ വിവിധ സർക്കാർ പദ്ധതികൾ, ധനസഹായങ്ങൾ, സബ്സിഡികൾ, ബിസിനസ് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ, ബാങ്ക് വായ്പകൾ, മാർജിൻ മണി സഹായം, നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ വിശദമായ വിവരങ്ങൾ നൽകി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.